എന്താണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? 100 ദിവസം ആകുന്നു. അതൊരു സ്ട്രാറ്റജി മാത്രമായിരുന്നോ? അതോ ജെന്യുവിൻ ലവ് ആയിരുന്നോ? അതോ ജസ്റ്റ് ഒരു ടൈം പാസ് ലവ് ആയിരുന്നോ? സത്യത്തിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ ചൂഴ്ന്ന് നോക്കുമ്പോൾ ഇതെല്ലാമാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ടൈം പാസ് ആയിട്ടായിരുന്നു, അതൊരു ഒരു സ്ട്രാറ്റജി ആയിരുന്നു, ഒരു കോംബോ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു, അതൊരു ജെന്യുവിൻ ലവ് ആയിരുന്നു, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. നമ്മുടെ ഗബ്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛനാണ്, അമ്മയാണ്, വാപ്പയാണ്, ഉമ്മയാണ്, ഉമ്മുമ്മയാണ്, ഉപ്പാപ്പയാണ് എന്നൊക്കെ പറയും പോലെ. അതായത് എല്ലാമായിരുന്നു ബിഗ് ബോസിനകത്ത് അവരുടെ റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ അത് തുടങ്ങിയത് പെർഫെക്റ്റ് ഒരു സ്ട്രാറ്റജി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ആരുടെയെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോസണ്ണന് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ക്യാരവനിൽ നിന്ന് വിളിച്ചുകൊണ്ട് കയറ്റുന്നതിന് മുമ്പ് ആ കൊണ്ടുപോകുന്ന ആള്, മോളെ വേണമെങ്കിൽ ഒരു ലവ് കോംബോ ഒക്കെ ആവാൻ കേട്ടോ, അല്ലെങ്കിൽ മോനെ വേണമെങ്കിൽ ഒരു ലവ് കോംബോ ഒക്കെ ആവാൻ കേട്ടോ, നിന്ന് പോവാ 100 ദിവസം നിൽക്കാം എന്നിങ്ങനെ ഒരു ഹിന്റ് ഇട്ട് കൊടുത്താൽ മതി കയറ്റുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടാണോ എനിക്കറിയില്ല. പക്ഷേ ആദ്യ ആഴ്ച തൊട്ട് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഇവർ രണ്ടുപേരും വേണമെന്ന് വെച്ച് തന്നെ കൂട്ടുകാരായവരാ. അവിടെ വേറെ പെൺപിള്ളേരില്ലാത്തതുകൊണ്ടല്ല ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് കമ്പനി ആയത്, വേറെ ആൺപിള്ളേരില്ലാത്തതുകൊണ്ടല്ല ഗബ്രി ആയത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ പെട്ട് ഉലഞ്ഞിട്ടുമല്ല. കാരണം അത്രയും വലിയ മാനസിക സംഘർഷമൊന്നും ആദ്യ ആഴ്ചയിൽ അവിടെ ഉണ്ടായില്ല. ആദ്യ ആഴ്ചയിൽ ആകെ ഉണ്ടായ പൊല്ലാപ്പം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ നീ വന്നാലും പോയാലും ഉണ്ട നമ്മുടെ ഉണ്ടേണ്ണനാണ് ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു രസമായിരുന്നു, അത് വേറൊരു സംഗതിയായിരുന്നു പുള്ളിയുടെ ഗെയിം. അത് ഇവർക്ക് വലിയ തലവേദനയൊന്നും ആയിരുന്നില്ല. പക്ഷെ ജാസ്മിൻ ആണെങ്കിലും ഇന്റൻഷനോട് കൂടി തന്നെ ഗബ്രിയുടെ അടുത്ത് പോയിരിക്കുന്നു, സംസാരിക്കുന്നു. അതായത് വേണമെന്ന് വെച്ചൊരു കോംബോ പിടിച്ചതാണിത്. അങ്ങനെ വേണമെന്ന് വെച്ചൊരു കോംബോ പിടിക്കുന്നു. അങ്ങനെ പോകെ 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 അത് മറ്റുള്ളവർ ചോദ്യം ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ അവരുടെ മുന്നിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, എന്താ പ്രശ്നം, ഒരു ആണും പെണ്ണും അടുത്തടുത്തിരുന്നാൽ എന്നുള്ള ആ ഒരു സാധനം വെച്ച് ചോദിച്ചു തുടങ്ങുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് തുടങ്ങുന്നു. കൈകൾ കോർത്ത് പിടിക്കുന്നു. അപ്പോൾ പ്രൊവോക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ മുന്നിൽ, റോക്കിയുടെയൊക്കെ മുന്നിൽ കൂടുതൽ കരുത്തോടുകൂടി കൈകൾ കോർത്ത് അല്ലെങ്കിൽ തോളിൽ കൈയിട്ട് ഈ കോളേജിലൊക്കെ ഉള്ള ഫ്രണ്ട്സിനെയൊക്കെ പോലെ ഭയങ്കര ജോളിയായിട്ട് ഇവരെങ്ങനെ പാറി പറന്നങ്ങ് നടക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് പണി തരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സെന്ന് പറയുന്ന സാധനം സാങ്കല്പികമാണ്, തലച്ചോറെന്ന് പറയാം. അപ്പോൾ ഈ സാധനം പണി തരും. അപ്പോൾ ഇവിടെ എന്ത് പറ്റി, എപ്പോഴും അടുത്തടുത്തിരിക്കുന്നു. കണ്ടന്റിന് വേണ്ടി ക്യാമറ എവിടെയുണ്ടോ അവിടെ പോകുന്നു, അവിടെ ഇരിക്കുന്നു. അവിടെ ഇരുന്നും കൊണ്ട് കിന്നാരം പറയുന്നു, പഞ്ചാര പറയുന്നു, സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, ഗെയിമുകൾ സംസാരിക്കുന്നു. അങ്ങനെ ഇവർ ഓരോ ക്യാമറയുടെ അടുത്ത് പോയിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേണമെന്ന് വെച്ച് ചെയ്യാണ്. നോക്കുക, അവിടെ വേറെ ആരുമായിട്ടും ബന്ധമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു അടച്ചിട്ട കിടക്കുന്ന ഒരു വീടാണ്, കുറച്ച് അപരിചിതരേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇവർ അവരുടെ കംഫർട്ട് സോൺ കൂടി കണ്ടെത്തുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ നിരന്തരം ഇരുന്നിരുന്ന് സംസാരിച്ച് മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഈ ലഡ്ഡു പൊട്ടുന്ന കാര്യം ആദ്യം ഇവർ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് ജാസ്മിൻ ഇടയ്ക്ക് വെച്ച് സ്വന്തം കമ്മിറ്റ്മെന്റ് പോലും മറന്നുപോയത് പുറത്തെ. കാരണം ബിഗ് ബോസിനകത്ത് ഗബ്രിയോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഗെയിമിന് വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷേ പുറത്തെ റിലേഷൻഷിപ്പിന്റെ കാര്യം പോലും മറന്നു പോകുന്നു. അങ്ങനെ ജാസ്മിനും ഗബ്രിയും പോലും അറിയാതെ അവരുടെ മനസ്സിൽ ഒരു പക്ഷേ മൊട്ടിട്ട ഒരു പ്രണയമായിരിക്കാം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം എൻ്റെ തോന്നലുകളാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ദയവേതാരും കാണരുത്. ഇവരിങ്ങനെയാണെന്നോ ഇങ്ങനെ ആയിരിക്കുമെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ തോന്നി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പതിയെ സൗഹൃദം കുറെ കൂടെ സ്ട്രോങ് ബോണ്ടായിട്ട് മാറുന്നു. ഇത് കൂടുതൽ സ്ട്രോങ് ആവാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഇവരുടെ ഈ സൗഹൃദത്തിന് നേരെ ചോദ്യങ്ങൾ വന്നു. പലരും ഇതിനെ തകർക്കാൻ നോക്കി. അങ്ങനെ ചെയ്യുന്തോറും ഇത് കൂടുതൽ സ്ട്രോങ് ബോണ്ടായി മാറിക്കൊണ്ടിരുന്നു. സത്യത്തിൽ ഇവർ രണ്ടുപേരും അവർ പോലും അറിയാതെ അവരുടെ മനസ്സിന് അല്ലെങ്കിൽ തലച്ചോറിന് കീഴ്പ്പെട്ടു പോയതാണ് ആ ഒരു പ്രണയം. അതാണ് ജാസ്മിൻ്റെ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ തമ്മിലൊരു ഇഷ്ടമുണ്ട്, അത് പ്രണയമാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണെന്ന്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പറയുമ്പോൾ തന്നെ അത് പ്രണയമായി മാറിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനു മുമ്പേ അത് പ്രണയമായി മാറിയിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ പറ്റാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഫാമിലി, 2 റിലീജിയൻ, പുറത്തെ കമ്മിറ്റ്മെന്റ്സ്, ഇതൊക്കെ ഒരു തടസ്സമായിരുന്നു ഇപ്പോഴും അപ്പോഴും എപ്പോഴും. അപ്പോൾ ഇത് എനിക്കിപ്പോൾ തോന്നിയത് ഒരു ഡ്രാമയായിട്ട്, ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് തുടങ്ങുന്നു. അത് പക്ഷേ പരിധി വിട്ട് അവർ പോലും അറിയാതെ ഒരു റിയൽ ലവ് ആയിട്ട് മാറുന്നതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ എനിക്ക് തോന്നിയ ഒരു കാര്യം. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇപ്പോഴത്തെ അവരുടെ ഇന്നലകളിൽ വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് സ്നേഹമാണ്, ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ തടസ്സങ്ങൾ ഒരു വലിയ മല പോലെ മുന്നിൽ നിൽക്കുകയാണ്.
അതിനെയൊക്കെ അതിജീവിച്ച് ഒന്നിക്കാൻ കഴിയുമോ എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിൽ നിൽക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.